ഹലോ മക്കളെ, XNY USS ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ പല വിഷയത്തിൽ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ചില ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. മെഡീവൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ചില ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുഗൾ ഇന്ത്യയെക്കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായി അതിലെ ചില പ്രധാനപ്പെട്ട വ്യക്തികളെയും അവരുടെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസുമാണ് നമ്മൾ എന്താക്കുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഓർമ്മയിലുണ്ടാകും. ആരായിരുന്നു മുഗൾ ഭരണം ഇന്ത്യയിൽ സ്ഥാപിച്ചത്, ഏത് യുദ്ധത്തിലൂടെ ആയിരുന്നു അത് സ്ഥാപിച്ചത്, അതേപോലെ തന്നെ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ആരായിരുന്നു, അതേപോലെ തന്നെ അവരുടെ എത്ര വർഷം അവർ ഭരിച്ചു, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില കൾച്ചറൽ കോൺട്രിബ്യൂഷൻസും ആരൊക്കെയായിരുന്നു അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് എന്നും, അതേപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട കാർഷിക മേഖലയിലുള്ള സംഭാവനകൾ എന്തായിരുന്നു എന്നും, പ്രധാനപ്പെട്ട കൃതികൾ ഏതാണ് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അതിനു മുമ്പ് എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ XNY USS കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ആരും മറക്കരുത്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ആരും മറക്കരുത്. അതിലെ ടൈംലി അപ്ഡേറ്റ്സ് ഉണ്ടാവും, അതുപോലെ ഡെയിലി ക്വിസുകൾ വരുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്. ഇതൊക്കെ നിങ്ങളെ USS സ്കോളർ ആക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിലേക്ക് എല്ലാവരും എന്താക്കാം, ഒരു ശ്രദ്ധ കൊടുക്കണമെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ നമ്മളെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ലാസ്റ്റ് ഭാഗത്തിൽ സാറ് പറഞ്ഞിരുന്നു അബുൽ ഫസലിനെ കുറിച്ച് അല്ലേ. അക്ബറിന്റെ കോട്ടിലെ ഒൻപത് നവരത്നങ്ങളെ കുറിച്ച് നമ്മൾ എന്താക്കിയിരുന്നു, ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. 9 നവരത്നങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ഒരാളായിരുന്നു ആര്, അബുൽ ഫസൽ. അപ്പൊ അന്ന് സാറ് ചോദിച്ചിരുന്നു ഏതൊക്കെയാണ് അബുൽ ഫസലിന്റെ 2 കൃതികളെന്ന് നമ്മൾ ചോദിച്ചിരുന്നു. ഇപ്പൊ മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു ആര്, അബുൽ ഫസൽ. ഒരു ഹിസ്റ്റോറിയനാണ് ആര്, ഈ അബുൽ ഫസൽ എന്ന് പറയുന്ന വ്യക്തി. അക്ബറിന്റെ കോട്ടിലെ നവരത്നങ്ങളിൽപ്പെട്ട ആളാണെങ്കിലും അദ്ദേഹം വളരെ മികച്ച ആ കാലഘട്ടത്തിലെ ഒരു ചരിത്രകാരൻ കൂടിയാണ്. അദ്ദേഹത്തിന് പ്രധാനമായിട്ടും 2 കൃതികളാണ് അദ്ദേഹത്തിനുള്ളത്. ഒന്നെന്താന്ന് വെച്ചാൽ, ഒന്ന് ഐനി അക്ബരിയും രണ്ടാമത്തത് അക്ബർ നാമയുമാണ്. ഈ 2 കൃതികൾ നമ്മൾ എന്താക്കണം, നമ്മുടെ ഓർമ്മയിൽ വെക്കണം. അദ്ദേഹം അക്ബറിന്റെ അഡ്വൈസർ ആയിരുന്നു, അതേപോലെ തന്നെ ബയോഗ്രഫറും കൂടിയായിരുന്നു. അക്ബറിന്റെ ജീവചരിത്രം എഴുതിയ ഒരാൾ കൂടിയാണ്. ആ കാലഘട്ടത്തിലെ ചരിത്രത്തെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു 2 കൃതികൾ പ്രധാനമായും വായിക്കേണ്ടതുണ്ട്. അപ്പം അബുൽ ഫസലിനെ മറക്കാൻ പാടില്ല. അബുൽ ഫസൽ ആരായിരുന്നു? അബുൽ ഫസൽ മുഗൾ ഭരണകാലത്തെ അക്ബറിന്റെ കോട്ടിലെ 9 രത്നങ്ങളിലെ ഒരാളായിരുന്നു, 9 ജ്വൽസിലെ ഒരാളായിരുന്നു. മാത്രവുമല്ല അദ്ദേഹം മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരൻ കൂടിയായിരുന്നു എന്ന് നമ്മൾ ഓർമ്മയിൽ വെക്കണം. അദ്ദേഹത്തിന് 2 കൃതികളാണുള്ളത്. ഏതാണ്? ഐനി അക്ബരി എന്ന കൃതിയും അതേപോലെ തന്നെ അക്ബർ നാമ എന്ന 2 ഗ്രന്ഥങ്ങളുടെ കർത്താവ് കൂടിയാണ് അദ്ദേഹം. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. മുഗൾ ഭരണ കാലഘട്ടത്തിൽ ഒരുപാട് യൂറോപ്യൻ ട്രാവലേഴ്സ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിരുന്നു. മുഗൾ ഭരിച്ച പ്രദേശങ്ങളിലൊക്കെ അവരെന്താക്കിയിരുന്നു, പല രീതിയിൽ പഠനത്തിനും അതുപോലെ തന്നെ എന്താണ് അവരുടെ ഭരണ സംവിധാനം എന്ന് പഠിക്കാനും അത് കാണാനും അറിയുവാനും വേണ്ടി ഒക്കെ യൂറോപ്പിൽ നിന്നും അതേപോലെയുള്ള മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ യാത്രക്കാർ വന്നിരുന്നു. അതിൽപ്പെട്ട 2 പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്ന് റാൽഫ് വിച്ച്. ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് യാത്രികനാണ്. അദ്ദേഹം ഒരു ഇംഗ്ലണ്ടിൽ നിന്നാണ് അദ്ദേഹം എന്താക്കുന്നത് വരുന്നത്. ടാവർണിയർ എന്ന് പറഞ്ഞ ആള് അദ്ദേഹം ഫ്രഞ്ച് യാത്രികനാണ്, ഫ്രഞ്ച് ട്രാവലറാണ്. ഓക്കെ, 2 പ്രധാനപ്പെട്ട യാത്രികനാണുള്ളത്. ഒന്ന് റാൽഫ് വിച്ചാണ്, അദ്ദേഹം ഇംഗ്ലീഷുകാരനാണ്. രണ്ടാമതായിട്ടുള്ളത് ടാവർണിയർ ആണ്, അദ്ദേഹം ഫ്രഞ്ച് യാത്രികനാണ്. മാറിപ്പോകരുത്. ഒന്ന് റാൽഫ് വിച്ചാണ്, അദ്ദേഹം ഇംഗ്ലീഷുകാരനാണ്. 2 ടാവർണിയർ ആണ്, അദ്ദേഹം ഫ്രഞ്ചുകാരനാണ്. ഇതിൽ റാൽഫ് വിച്ചിൻ്റെ ഒരു കോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത കോട്ട് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഒന്ന് ജസ്റ്റ് വായിച്ചുതരാം. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും
ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴിനീള ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. ഇത് മുഗൾ ഭരണ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ഒരു പ്രോസ്പെരിറ്റി, ഇന്ത്യയുടെ ഒരു വളർച്ച പറയുവാൻ വേണ്ടി അദ്ദേഹം ഉദ്ധരിച്ച ഒരു കോട്ടാണ്. ഇത് ഉദ്ധരിച്ചത് ആരാണ്? ഈ കോട്ട് ഉദ്ധരിച്ചത് റാൽഫ് ഫിച്ചാണ്. റാൽഫ് ഫിച്ചയെ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് യാത്രികനായിരുന്നു. അപ്പം യൂറോപ്യൻ ട്രാവലേഴ്സിൽ മെയിൻ ആയിട്ടുള്ളത് 2 ആളുകളാണ്. അത് മറക്കാതെ ഓർമ്മയിൽ വെക്കുക. അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് മുഗൾ ഭരണകാലത്തെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട, കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവർ ഇറിഗേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വീൽ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് എന്ത്? പേർഷ്യൻ വീൽ. അവർ ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന വീലാണ് ഏത്? പേർഷ്യൻ വീൽ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് പേർഷ്യൻ വീൽ ഉപയോഗിച്ചതെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ മുഗൾ ഭരണ കാലഘട്ടത്തിൽ ജലസേചനത്തിനായി അഥവാ ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന യന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ 2 ഉത്തരങ്ങളാണുള്ളത്. ഒന്ന് കനാലുകളാണ്. കനാലുകൾ പല ഭരണാധികാരികൾ അതിന് മുമ്പ് നിർമ്മിച്ചിരുന്നു. അതേപോലെ തന്നെ മുഗൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സാധനമാണ് ഇത് പേർഷ്യൻ വീൽ എന്ന് പറയുന്ന, പേർഷ്യൻ ചക്രം അല്ലെങ്കിൽ പേർഷ്യൻ വീൽ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഇതാണ് പേർഷ്യൻ വീലിൻ്റെ ഒരു ഫോട്ടോ. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ക്ലിയർ പിക്ചർ കാണാൻ പറ്റും. ഇനി അടുത്തത് കൾച്ചറൽ ഇൻ്റഗ്രേഷനാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതായത് മുഗൾ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായ സാംസ്കാരിക സമന്വയത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മുമ്പ് നമുക്കൊരു കാര്യം പറയാനുള്ളത്, ഇതൊരു പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഇതിൻ്റെ പേര് റസ്മനാമ എന്നാണ്. ഇതിൻ്റെ പേര് ഈ ഫോട്ടോയിൽ കാണുന്നത് ആ ഒരു കൃതിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഈ കൃതിയുടെ പേരെന്താണെന്ന് വെച്ചാൽ റസ്മനാമ എന്നാണ്. റസ്മനാമ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇത് മഹാഭാരതത്തിൻ്റെ, നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാഭാരതത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പേർഷ്യൻ ട്രാൻസ്ലേഷനാണിത്. ഇത് പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഷാജഹാൻ്റെ മകനായ ഷാജഹാൻ ചക്രവർത്തി, അതായത് ജഹാംഗീർ ചക്രവർത്തിക്ക് ശേഷം മുഗൾ ഭരണം കൈയാളിയിരുന്ന ഷാജഹാനിൻ്റെ മകനായിട്ടുള്ള ദാരാ ഷുക്കോ ആണ് എന്താക്കിയത്? ഈ കൃതി മഹാഭാരതം പേർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പം ജഹാംഗീറിൻ്റെ മകനായിട്ടുള്ള ആരാണ്? ഷാജഹാന് അതുപോലെ തന്നെ ഷാജഹാനിൻ്റെ മകനായിട്ടുള്ള ദാരാ ഷുക്കോ. ഈ ദാരാ ഷുക്കോ ആണ് എന്താക്കുന്നത്? ഈ മഹാഭാരതം പേർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അടുത്തൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കൾച്ചറൽ ഇൻ്റഗ്രേഷനാണ്. കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇന്ത്യൻ കെട്ടിട നിർമ്മിതികളിൽ അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യത്തിലെ ഭരണാധികാരികൾ നിർമ്മിച്ച കെട്ടിടങ്ങളിൽ നമുക്കൊരു കൾച്ചറൽ ഇൻ്റഗ്രേഷൻ കാണാം. അതായത് ഇന്ത്യൻ സ്റ്റൈലും അതേപോലെ തന്നെ പേർഷ്യൻ സ്റ്റൈലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള, അത് രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പല രൂപത്തിലുള്ള ആർക്കിടെക്ചറൽ സ്ട്രക്ചേഴ്സ് ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള വാസ്തുവിദ്യാശൈലിയുടെയും അതേപോലെ തന്നെ ചില ഭാഷകളും നിർമ്മിച്ചിരുന്നു. പുതിയതായിട്ട് നിർമ്മിച്ചിരുന്നു. അത് ഏതാണ് ഭാഷ? ഉറുദു ഭാഷയാണ്. ഉറുദു ഭാഷ രൂപപ്പെട്ടത് എങ്ങനെയാണ്? പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയൊരു ഭാഷയാണ് ഏത്? ഉറുദു. അത് മുഗൾ ഭരണകാലത്താണ് രൂപപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഹിന്ദുസ്ഥാനി സംഗീതം, ഇന്നും ഇന്ത്യയിൽ വളരെ ഫേമസ് ആയി നിൽക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതം, അതും രൂപപ്പെട്ടത് എങ്ങനെയാണ്? ഈ 2 കൾച്ചർ, പേർഷ്യൻ കൾച്ചറും ഇന്ത്യൻ കൾച്ചറും കൂടിയുള്ള ഒരു ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദുസ്ഥാനി സംഗീതവും രൂപപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ചില നിർമ്മിതികൾ ഏതൊക്കെയാണ്? താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട, അല്ലേ? താജ്മഹൽ നമുക്കറിയാം. ആരാണ് നിർമ്മിച്ചത്? താജ്മഹൽ നിർമ്മിച്ചത് ആരായിരുന്നു? ഷാജഹാനാണ്. അതേപോലെ തന്നെ ആഗ്ര കോട്ട നിർമ്മിച്ചത്, അതായത് ആഗ്ര ഫോർട്ട്, അത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ്? അക്ബറാണ്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ അതിനെ മാറ്റിയത് ആരാണ്? ഷാജഹാനാണ്. അതേപോലെ തന്നെ ചെങ്കോട്ട, അത് റെഡ് ഫോർട്ട്, ഡൽഹിയിലുള്ള നമ്മൾ ഫസ്റ്റ് വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച റിപ്പബ്ലിക് ഡേ അതുപോലെ ഇൻഡിപെൻഡൻസ് ഡേ അന്നൊക്കെ ഇന്ത്യയുടെ പതാക പ്രധാനമന്ത്രി ഉയർത്തുന്ന സ്ഥലമായിട്ടുള്ള ചെങ്കോട്ടയിൽ
ചെങ്കോട്ട നിർമ്മിച്ചത് ആരായിരുന്നു? ഷാജഹാനാണ്. അപ്പോൾ ഇതാണ് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്ന ഭാഗത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ആഗ്ര കോട്ട, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട്, താജ്മഹലിനെ കുറിച്ചാണ്. ഇത് താജ്മഹലിനെ എല്ലാവർക്കും കണ്ടാൽ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇത് താജ്മഹലിൻ്റെ ചിത്രം. ഇത് നിർമ്മിച്ചത് ആരാണ്? ബിൽഡ് ചെയ്തത് ആരാണ്? ഷാജഹാനാണ് അല്ലേ? ഷാജഹാനാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് ആഗ്ര ഫോർട്ടാണ്. ആഗ്ര ഫോർട്ട് ആഗ്രയിലാണ്, നമുക്ക് പേരിൽ തന്നെ അറിയാം ആഗ്രയിലാണ്. ഇതിൻ്റെ ഈ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറിന് രൂപം കൊടുത്തത് ആരായിരുന്നു? അക്ബറിൻ്റെ കാലഘട്ടത്തിലായിരുന്നു, അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലായിരുന്നു. പക്ഷെ ഇത് ഇന്ന് കാണുന്ന രൂപത്തിലാക്കി മാറ്റിയത് ആരാണ്? ഷാജഹാനാണ്. അപ്പോൾ 2 റൂളേഴ്സിനും പങ്കുണ്ട്. ഇതിപ്പോൾ ചോദ്യം ആരാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയേണ്ടത് ആരാണ്? അക്ബറാണ്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു രൂപത്തിലേക്ക് ഇത് മോഡിഫൈ ചെയ്ത് മാറ്റിയത് ആരാണ്? ഷാജഹാനാണ്. അപ്പം ഇതോടുകൂടി നമ്മൾ മുഗൾ ഇന്ത്യ അവസാനിപ്പിക്കുകയാണ്. ഈ മെഡീവൽ ഇന്ത്യയിലെ 3ാമത്തെ ഭാഗവും കൂടിയുണ്ട്. അത് വിജയനഗര എംപയർ ആണ്. അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്.